Guys, welcome back to my YouTube channel. It's me Asia and you're watching Asia's Craft and Art. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോസ് കണ്ട് മടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിത് ഒരു ഫുഡിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് കണ്ട് മടുത്തോളൂ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റത്തിൻ്റെ പേര് കായ്പോള എന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കായ്പോള കഴിക്കാൻ, നല്ല മധുരമുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 2 ബനാനസാണ്. ഈ ഒരു ബനാനസിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ബനാനയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബനാനസിന് നമ്മളൊരു കുഞ്ഞു കുഞ്ഞു ബോക്സ് പോലത്തെ ഒരു പീസസ് ഇല്ലേ, അതേമാതിരി കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതേമാതിരിയാണ് നമ്മളൊരു കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമ്മളൊന്ന് ഇതിനൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏലക്ക എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് അധികം വേണ്ട കേട്ടോ, 1 2 എടുക്കുക. ഞാൻ ഇപ്പോൾ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. അത് നമ്മളൊന്ന് ചതച്ച് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിലുള്ള ആ ഒരു തൊലിയില്ലേ, അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൊടിയില്ലേ, അതാണ് നമുക്ക് ആവശ്യം. അതൊന്ന് ഒരു ബൗൾ എടുക്കുക, അതിനകത്തോട്ട് അത് ആഡ് ചെയ്യുക. പിന്നെ ഞാനൊരു മൊത്തത്തിൽ ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 5 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് രണ്ടും മിക്സായി വരുമ്പോഴത്തേനും ഞാൻ 2 എഗ്ഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 2 പഴം എടുത്ത് കാരണം 2 എഗ്ഗാണ് ആഡ് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ 3 പഴമാണെങ്കിൽ 3 എഗ്ഗ് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു എഗ്ഗിൻ്റെ ഈ ഒരു മിക്സിൽ നമ്മൾ ഒന്ന് ഇളക്കി എടുക്കുക, നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക, ഗീ ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് കാഷ്യൂനട്ടും മുന്തിരിയും ആഡ് ചെയ്തിട്ട് അത് നമ്മൾ മാറ്റിയിട്ട് വേറൊരു ഭാഗത്തോട്ട് വെക്കാം. എന്നിട്ട് ഞാൻ ആ ഒരു എണ്ണയിൽ തന്നെയായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ബനാന നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പഴം വാട്ടൂലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ മതി. നിങ്ങൾക്ക് ഗീ കുറവാണ്, ഈ ഒരു ഗീ തന്നെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഇനി ഗീ കുറവാണെന്ന് തോന്നണമെങ്കിൽ ഒന്നും കൂടി ഗീ ആഡ് ചെയ്തു കേട്ടോ. ഇനി എണ്ണ ഇട്ടുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, എന്നാലും കൂടുതൽ മീൻ ടേസ്റ്റ് വരുന്നത് ഗീ ആഡ് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ബനാനയുടെ മധുരം കുറവാണെങ്കിൽ ഇത്തിരി കൂടി പഞ്ചസാര ആഡ് ചെയ്യുക. ഇനി കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബാറ്ററിനെ നമ്മളൊന്ന് നമ്മൾ മുട്ട കൊണ്ട് ഉണ്ടാക്കിയ ബാറ്ററില്ലേ, അതിനെ നമ്മൾ ഈ ഒരു പാനിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇതിനെ ലെവലിലൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡം ചെയ്തതൊക്കെ റെഡിയായി. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഒരു ഡെക്കറേഷനും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ആ ഒരു കാഷ്യൂനട്ട് ഇത് ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾക്ക് ഇത് ഡെക്കറേഷനായിട്ട് ഇടാനായിട്ടാണ്, ഞാൻ ഇതൊന്ന് കടിക്കാനൊക്കെ കിട്ടാനായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാഷ്യൂനട്ട് മാറ്റി വെച്ചത്. നമ്മൾ ഈ ഒരു കാഷ്യൂനട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, ഇത് ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ അതെടുക്കാൻ മറന്നുപോയി. വേഗം ധൃതിയിൽ ഞാൻ അത് കട്ട് ചെയ്ത് ഇവിടെ കസിൻസൊക്കെ വന്നാൽ വേഗം കട്ട് ചെയ്ത് അതെടുത്ത് ഞാൻ കൊടുത്തു കേട്ടോ. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, എന്നാലും ശരീരം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അത് കാരണം ഞാൻ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് വെക്കുമ്പോഴത്തേനും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് മക്കളെ. നിങ്ങൾ 5 മിനിറ്റ് വെച്ച് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇതാണ് ഈ ബനാന വെച്ചിട്ടുള്ള ഐറ്റം. മസ്റ്റ് ട്രൈ ആണ്. ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.